വെൽക്കം ടു കുക്കിംഗ് ഇറ്റ് സിമ്പിൾ. ഞാൻ ജെസ്സി. ഇന്നൊരു റമദാൻ സ്പെഷ്യൽ റെസിപ്പി ആയിട്ടാണ് എത്തിയിട്ടുള്ളത്. നമ്മൾക്കൊക്കെ റമദാനിൽ ഒഴിച്ചുവിടാൻ പറ്റാത്തൊരു സംഭവമാണ് സമൂസ. പക്ഷേ ഇപ്പോഴത്തെ എല്ലാവരും ഹെൽത്ത് കോൺഷ്യസ് ആണ്. അതുകൊണ്ട് തന്നെ എണ്ണയിൽ വറുത്തെടുത്ത സമൂസ കഴിക്കാൻ പൊതുവെ ആർക്കും തന്നെ താല്പര്യം ഉണ്ടാവില്ല. അപ്പോൾ അങ്ങനെയുള്ളവർക്കായിട്ട് വേണ്ടിയിട്ടുള്ള ഒരു റെസിപ്പിയാണ്. എണ്ണയിൽ വറുക്കാതെ എങ്ങനെ നമുക്ക് നല്ലൊരു അടിപൊളി സമൂസ ഉണ്ടാക്കാൻ നോക്കാം. ആദ്യം തന്നെ ഞാനിതിലേക്കുള്ള ഫില്ലിങ് ചെയ്യുന്നുണ്ട്. ഞാനിപ്പോൾ ഒരു വലിയ ക്വാണ്ടിറ്റിയിലാണ് ചെയ്യുന്നത്. അതിന് സവാള അരിഞ്ഞതെടുത്തിട്ടുണ്ട്, ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് ചതച്ചത്, കരിവേപ്പില, മല്ലിയില അരിഞ്ഞത്, ഇത്രയും എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കാം. പിന്നെ ഈ മൊത്തം മസാല വഴറ്റിയെടുക്കാനായിട്ട് ഞാൻ 1 ടേബിൾ സ്പൂൺ ഓയിലാണ് എടുത്തിട്ടുള്ളത്. ഓയിൽ വളരെ കുറഞ്ഞ രീതിയിലാണ് നമ്മൾ ഈ ഒരു ഫില്ലിങ് ചെയ്യുന്നത്. ഇതിപ്പം ഏകദേശം 50-55 സമൂസ ഉണ്ടാക്കാനുള്ള ഫില്ലിംഗ് ആണ്. അതിലേക്കാണ് ഞാനിപ്പോൾ 1 ടേബിൾ സ്പൂൺ ഓയിൽ എടുത്തിട്ടുള്ളത്. വെളിച്ചെണ്ണയാണ് ചേർത്തിട്ടുള്ളത്. അതിനുശേഷം നന്നായിട്ട് കൈ ഉപയോഗിച്ചിട്ട് ഇതുപോലെ തിരുമ്മിയെടുക്കുക. എന്നിട്ട് അടുപ്പത്ത് വെച്ചിട്ട് ലോ ടു മീഡിയം ഫ്ലെയിമിൽ നന്നായിട്ട് വഴറ്റിയെടുക്കുക. നമ്മൾ കൈ കൊണ്ട് ഞെരടുമ്പോൾ തന്നെ ഇതിനകത്ത് നല്ലോണം വെള്ളമൊക്കെ ഇറങ്ങി വരും. അപ്പോൾ പെട്ടെന്ന് തന്നെ വഴറ്റി കിട്ടും. ഇനി ഇതിലേക്ക് ഞാൻ മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, ഗരം മസാല, കുരുമുളക് പൊടി എന്നിവ ചേർക്കുന്നുണ്ട്. ഇതിനൊന്നും ഞാൻ പ്രത്യേകിച്ച് അളവ് പറയുന്നില്ല, കാരണം ഞാനിപ്പോൾ വലിയൊരു ക്വാണ്ടിറ്റിയിലാണ് ചെയ്യുന്നത്. ഇതൊക്കെ നിങ്ങളുടെ ആവശ്യത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് വഴറ്റിയെടുത്തതിന് ശേഷം വേവിച്ച് വെച്ചിട്ടുള്ള മീറ്റ് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. ഞാനിപ്പം ബീഫാണ് എടുത്തിട്ടുള്ളത്. ചിക്കൻ വേണ്ടവർക്ക് ചിക്കൻ വേവിച്ചിട്ട് ഷ്രെഡ് ചെയ്തിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. മീറ്റും കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കുക. ഇത്രയുള്ള പരിപാടി. മസാല റെഡിയാണ്. മസാല നിങ്ങൾക്ക് ഏത് രീതിയിൽ വേണമെങ്കിൽ ചെയ്യാം കേട്ടോ. ഏത് രീതിയിലുള്ള ഫില്ലിങ് വേണമെങ്കിൽ ഈ ഒരു സമൂസക്കായിട്ട് നിങ്ങൾക്ക് ചെയ്യാം. അപ്പോൾ അത് മസാല റെഡി ആയിട്ടുണ്ട്. ഇനി എങ്ങനെയാണ് ഇത് സമൂസയാക്കുന്നത് നോക്കാം. സമൂസ ആക്കാൻ വേണ്ടിയിട്ട് നമ്മൾ കടയിൽ നിന്നൊക്കെ വാങ്ങിക്കുന്ന സമൂസ ലീഫ് എടുത്തിട്ടുണ്ട്. ഇത് എങ്ങനെയാണ് ഫോൾഡ് ചെയ്യുന്നതെന്ന് കൂടെ കാണിച്ചാൽ, ഞാൻ ഈ ഒരു മെത്തേഡിലാണ് ഫോൾഡ് ചെയ്യുന്നത്. ഓരോരുത്തരും ഓരോ മെത്തേഡ് യൂസ് ചെയ്യാറുണ്ട്. അതായത് സമൂസ ലീഫിൻ്റെ ഒരു 1/3 പോർഷൻ ഇതുപോലെ ഫോൾഡ് ചെയ്ത് കോണാക്കിയിട്ട് അതിൻ്റെ അകത്ത് ഫില്ലിങ് വെച്ചിട്ട് ഇതുപോലെ ട്രയാങ്കിൾ ഷേപ്പിൽ എല്ലാ ഭാഗത്തുനിന്നും മടക്കിയെടുത്തിട്ട് അവസാനം വരുന്ന ഭാഗത്ത് മൈദ ഒട്ടിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് പെർഫെക്റ്റ് ആയിട്ടുള്ള നല്ല വലുപ്പത്തിലുള്ള സമൂസ തന്നെ കിട്ടും. ഒരു തവണ കൂടെ ഞാൻ കാണിച്ചു തരുന്നുണ്ട്. മൊത്തം സമൂസ ഷീറ്റിന് എടുത്തു കഴിഞ്ഞാൽ അതിനെ 3 ആക്കി ഭാഗിച്ച് കഴിഞ്ഞാൽ അതിൽ ഫസ്റ്റ് ഭാഗത്ത് തന്നെ ഇതുപോലെ ഫോൾഡ് ചെയ്തിട്ട് കോണാക്കിയിട്ട് എടുക്കുക. എന്നിട്ട് ഫില്ലിങ് വയ്ക്കുക. നേരത്തെ ചെയ്ത പോലെ തന്നെ എല്ലാ ഭാഗത്തുനിന്നും ഇതേപോലെ മടക്കിയിട്ട് ട്രയാങ്കിൾ ഷേപ്പിലാക്കിയിട്ട് എടുക്കുക. എന്നിട്ട് ഒട്ടിച്ചു കൊടുക്കുക. ഇനി നമ്മളിതെങ്ങനെയാണ് ഫ്രൈ ചെയ്യുന്നത് നോക്കാം. ഞാൻ പറഞ്ഞില്ല, നമ്മൾ എണ്ണയിലൊന്നും ഇത് മുക്കി ഫ്രൈ ചെയ്യുന്നില്ല. നമ്മൾ എയർ ഫ്രയറിലാണ് ഈ ഒരു സമൂസ ചെയ്യുന്നത്. എയർ ഫ്രയറിൽ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നമ്മൾ സാധാരണ എണ്ണയിൽ വറുത്തെടുക്കുന്ന പോലെ തന്നെ നന്നായിട്ട് മുരിഞ്ഞ് കിട്ടും. എയർ ഫ്രയറിൽ എല്ലാം വിട്ടിട്ടാണ് വെച്ച് കൊടുക്കേണ്ടത്. ഒന്നിന് മേലെ ഒന്നായിട്ട് അട്ടിയായിട്ടൊന്നും വെക്കരുത്. അപ്പം എല്ലാ ഭാഗവും ഒരുപോലെ ബ്രൗൺ ആയിട്ട് കിട്ടില്ല. അതുപോലെ തന്നെ നമ്മൾ ഇത് വെക്കുന്നത് 180 ഡിഗ്രി സെൽഷ്യസിൽ 12 മിനിറ്റ് നേരത്തേക്കാണ്. അതിനിടയിൽ നിങ്ങൾ എടുത്തിട്ട് ഒന്ന് തിരിച്ചു മറിച്ച് ഇട്ട് കൊടുക്കണം. അപ്പോഴേ ഇതുപോലെ എല്ലാ ഭാഗത്തും ബ്രൗൺ ആയിട്ട് കിട്ടുള്ളൂ. ഇതിപ്പോൾ നല്ല ഈവൻലി നമുക്ക് ബ്രൗൺ ആയിട്ട് പൊരിച്ച സമൂസൻ്റെ എഫക്റ്റ് തന്നെ കിട്ടിയിട്ടുണ്ട്. നല്ല ക്രിസ്പി ആയിരിക്കും, നല്ല ടേസ്റ്റും ആയിരിക്കും. പക്ഷേ ആ പൊരിച്ച ആ ഒരു ടേസ്റ്റ്, എണ്ണയുടെ ടേസ്റ്റ് കുറവായിരിക്കും. എന്നാലും നല്ല അടിപൊളിയായിട്ട് തന്നെ കിട്ടും. അപ്പോൾ എയർ ഫ്രയർ വീട്ടിലുള്ളവർ ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കുക. നല്ല ഹെൽത്തി ആയിട്ടുള്ള സ്നാക്ക് കഴിക്കുക. പുതിയ റെസിപ്പി ആയിട്ട് കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.